മുഹൂർത്തത്തിനുള്ള സമയമായി. ഗൃഹപ്രവേശം നടത്താൻ വരും. ഇതാ വസു. അബി, നീ വസുവിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അനു, കീർത്തി, നിങ്ങൾ അമ്മയുടെ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഏട്ടത്തി അല്പസമയത്തിനകം വീഴും. അപ്പൊ ആന്റി വലിയ പ്രശ്നം ഉണ്ടാക്കണം. ടെൻഷൻ അടിക്കണ്ട, നീ കണ്ടോ. എന്താ വസു അവിടെ നിന്നത്? എണ്ണ വീണ് കിടക്കുന്നത് കണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വാ കാർത്തിക. എന്തിനാ ഏട്ടത്തി? വരാൻ പറഞ്ഞില്ലേ? നമ്മൾ എണ്ണ ഒഴിച്ചത് ഏട്ടത്തി അറിഞ്ഞെന്ന് തോന്നുന്നു ആന്റി. എന്റെ പേര് പറയല്ലേ, ഞാൻ മുതിർന്നതാ, എന്റെ മാനം പോകും. പെട്ടെന്ന് വാ. എന്താ ചേച്ചി? ഇത് പിടിക്ക്. അഖിൽ, നീ വാ. എന്താ എടുത്തി? ആദ്യം നിങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് കയറ്. ഞങ്ങൾ എന്തിനാ എടുത്തി പോകുന്നേ? ഏട്ടനും എടുത്തി ആദ്യം കയറേണ്ടത്. കാർത്തിക ആഗ്രഹിച്ച് ചോദിച്ചതല്ലേ അഖിൽ, നിങ്ങൾ തന്നെ ആദ്യം കയറണം. എന്താ ഇത് വസു ഇങ്ങനെ ഒരു ടിസ്റ്റ് കൊടുത്തത്? അവൾ ചുമ്മാ ഓരോന്ന് പറയുന്നതാ, അത് മൈൻഡ് ചെയ്യണ്ട. ഏട്ടനും എടുത്തി ആദ്യം കയറണം. അതെ ഏട്ടത്തി, അറിയാതെ ചോദിച്ചു പോയതാ. സോറി. ഏട്ടത്തി ഏട്ടനും കൂടെ പൊക്കോ. സാരമില്ല കാർത്തിക, ഈ വീട്ടിലെ ഇളയ അനിയത്തി അനിയനും അല്ലേ, നിങ്ങൾ വേണം ആദ്യം കയറാൻ. ഇല്ല ഏട്ടത്തി, നിങ്ങളാ പോവണ്ടേ. അതെ വസു, ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടത് നിങ്ങളല്ലേ. അബിയും നീയും കാലെടുത്ത് വെക്കുന്നതാ നല്ലത്. ഈ വീടിന് വേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇളയമേ. എല്ലാവർക്കും അവകാശമുണ്ട്. അഖിലും കാർത്തികയെ കയറേണ്ടേ. പ്ലീസ് ആന്റി, എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഈ സമയത്ത് എന്ത് ചെയ്യാനാടി? എടുത്തി വേഗം വലത് കാലം വെച്ച് കയറ്. നിന്റെ ഏട്ടത്തിയല്ലേ പറയുന്നേ, ധൈര്യമായിട്ട് കയറി കേറ്. ആന്റി, എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണേ. ഞാൻ തെന്നി വീഴാതെ നോക്കിക്കോണേ. ആദ്യം വലതുകാലം വച്ച് ഗൃഹപ്രവേശം നടത്തുക. കേറ് ചെറിയമ്മേ. കാർത്തികേ, ഇളയമേ. അയ്യോ ഇളയമേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? കാർത്തിക എഴുന്നേൽക്ക്. അവിടെ എണ്ണ കളഞ്ഞു തോന്നുന്നു വസു. വാതിൽപ്പടിയിൽ ആരാ എണ്ണ എടുത്തൊഴിച്ചത്? വീട്ടില് പൂജയ്ക്കുള്ള ഏർപ്പാടൊക്കെ ചെയ്തല്ലേ, അപ്പോ അറിയാതെ എണ്ണ എവിടെയെങ്കിലും വീണതായിരിക്കും. ഒരു നല്ല കാര്യം ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഇവളുടെ കയ്യിൽ കൊടുത്തപ്പോഴേ എനിക്ക് തോന്നി, അതുകൊണ്ട് എടുത്ത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ചുമ്മാ ഓരോന്നിനും കാർത്തികയെ കുറ്റം പറയാതറ. എണ്ണ വീണതിന് അവൾ എന്ത് ചെയ്യാനാ? വസു, അബി, നിങ്ങൾ തന്നെ കയറാൻ നോക്ക്. കാർത്തികയെ കൊണ്ട് എന്തായാലും പറ്റില്ല. അതെ എടുത്തി, എടുത്ത് കയറ. വസുന്ധര,
എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഭാഗ്യം വേണം. അമ്മേ, നമ്മൾ ഇട്ട പ്ലാൻ നമുക്ക് തന്നെ തിരിച്ചടിച്ചു. വസുവേട്ടത്തിക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. നീ കാരണം എന്റെ നടു ഒടിഞ്ഞത്. നീ താഴെ വീണ് എന്നെയും തള്ളിയിട്ടു. സോറി ആന്റി, സപ്പോർട്ടിന് വേണ്ടി പിടിച്ചതായിരുന്നു. നിങ്ങളെന്താ അകത്തേക്ക് വരുന്നില്ലേ? ഞങ്ങൾ വന്നോളാം, നീ പോയിക്കോ. വാടി, നമുക്ക് അകത്തേക്ക് പോവാം, ഇല്ലേ നമ്മൾ സംശയിക്കും. അമ്മേ, അയ്യോ. ആ. സാറേ, സത്യനാരായണ പൂജ ആരാ ചെയ്യാൻ പോകുന്നേ? ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്തോളാം. ഞങ്ങൾ എന്തിനാ വസു? അഭി നീയും ചെയ്തോളൂ. ഇല്ല എടുത്തി, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഈ പൂജ ചെയ്യാം. गुरुदेवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः महासरस्वती नमो नमः सरस्वती नमस्कृतिं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु सदा महालक्ष्मी देवता नमो नमः लक्ष्मीं क्षीरसमुद्रायितम्यां श्रीगङ्गाधामेश्वरी दासी भूतसमुक्तदेवतां भोगे गीताङ्कुरां श्रीमन्मन्त्रपदां प्रहद्दे ब्रह्मेन्द्रघटाधरा त्वां त्रैलोक्यगुरुं सरस्यामन्दी श्रीमत्यां सर्वमङ्गलवां सर्वार्थसाधिके शरण्ये त्र्यम्बके नारायणे नमोऽस्तुते आपदामपत्तारं वातारं सर्वसदां लोकाग्रामं श्रीरामं भूयो भूयो नमाम्यहं श्रीराम राम रामेति रमे रामे नमामि सहस्रनाम राम वरानने यानि कानि च पापामि जन्मान्तरकृतानि च तानि तानि सहस्यन्ति प्रदक्षिणकवे भवे पापो अम्पापकर्तानां पापात्मा पापकं स्वा राजिनां कृपया देवा शरणागतवत्सल यदा शरणं नास्ति त्वमेव शरणं मम रक्ष रक्षोक्तिं नारायणाय नमो नमः. അച്ഛാ, ഞങ്ങൾ ഞങ്ങളുടെ മുറിയിൽ പൊയ്ക്കോട്ടെ. ഞങ്ങള് റൂം നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാം അമ്മേ. നിങ്ങൾ ചെല്ല്, ധൈര്യമായിട്ട് പോ. ഞങ്ങളും റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അബി. ഒരുപാട് നാളായില്ലേ? ശരി ഏട്ടാ. വാ ഭവനെ. വാ, നമുക്ക് മുറിയിലേക്ക് പോയി നോക്കാം. ഇപ്പൊ എങ്ങനെയായിരിക്കും എന്തോ. വാ. എന്താ വസുന്ധര, തനിക്ക് നമ്മുടെ റൂം കാണണമെന്നുണ്ടോ? നമുക്കും കാണണ്ടേ? വാ ഏട്ടാ. ശരി വാ. എന്നിട്ട് ടെറസിൽ കൂടെ ഒന്ന് പോവാം. കൊച്ചു കുട്ടികൾ വരെ അവരുടെ റൂമിലേക്ക് പോയി. മറ്റുള്ളവർ ജോഡിയായിട്ടും പോയി. ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കായി. എന്റെ രാജ, എന്റെ ചന്ദ്രശേഖർ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യായിരിക്കോ എന്തോ. എന്റെ ചേച്ചിയെ കൊല ചെയ്തിട്ട് ആനന്ദിനെയും വൈഷ്ണവിയെയും ഒന്നിനും കൊള്ളാത്തവരാക്കിയിട്ട് സ്വത്ത് മുഴുവൻ ഞാൻ കൈവശപ്പെടുത്തിയിട്ട് കാർത്തികയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ കഴിയാമെന്ന് വിചാരിച്ചപ്പോ ആ അബിയും വസുന്ധരയും എന്റെ സ്വപ്നമെല്ലാം തകർത്തിട്ട് എന്നെ ഇപ്പോ ജയിലിലുമാക്കിയിരിക്കുന്നു. എന്റെ ആഗ്രഹങ്ങളെല്ലാം അവർ തകർത്തു കളഞ്ഞു. അവരോട് പ്രതികാരം ചെയ്യണം. അവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം. നമസ്കാരം സാർ. എന്താ കാര്യം? ഞങ്ങളുടെ ചേട്ടനെ ഒന്ന് കാണണം സാർ. പെട്ടെന്ന് സംസാരിച്ചിട്ട് വെക്കണം. ശരി സാർ. ചേട്ടാ. നിങ്ങൾ വന്നോ? ഞാൻ പറഞ്ഞത് ചെയ്തോ? ചേട്ടൻ പറഞ്ഞ പോലെ അഭിരാമിന്റെ വീട്ടില് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് ചേട്ടൻ പറഞ്ഞ പോലെ സാധാരണ ആൾക്കാരല്ല. എന്താണ് നീ പറയുന്നേ? സത്യ ചേട്ടാ, അവരൊരു കാലത്ത് വലിയ കോടീശ്വരന്മാരായിരുന്നു അത്ര. അവർക്ക് അവരുടെ സ്വത്ത് മുഴുവൻ ഇപ്പൊ തിരിച്ചു കിട്ടിയെന്ന്. എല്ലാരും ഭയങ്കര സന്തോഷത്തിലാ ചേട്ടാ. എന്നെ ജയിലിലടച്ചിട്ട് അവർക്ക് എങ്ങനെ സന്തോഷമായിരിക്കാൻ കഴിയും? അവർ കോടീശ്വരന്മാരായിരുന്നാലും രാജാക്കന്മാരായിരുന്നാലും ഞാൻ വിടില്ല. ആ അബിയെയും വസുവിനെയും കൊല ചെയ്തേ മതിയാവും. പിന്നെ ഒരു ബാഡ് ന്യൂസും കൂടെ ഉണ്ട് ചേട്ടാ. ചേട്ടൻ പ്രേമിക്കുന്ന കാർത്തികയില്ലേ, അവള് കല്യാണം കഴിഞ്ഞ പെണ്ണാ. ആ അബിയുടെ അനിയൻ അഖിലില്ലേ, അവനാ അവളുടെ ഭർത്താവ്. കാർത്തിക കല്യാണം കഴിച്ചതായിരുന്നോ?
അവൾ അഖിലിന്റെ ഭാര്യയോ? അതെ ചേട്ടാ. അഭിരാമും വസുന്ധരയും ഭാസ്കറും പാവണിയും അഖിലും കാർത്തികയും പിന്നെ സുമംഗലിയും ഇവരെല്ലാം ഒരേ കുടുംബമാണ് ചേട്ടാ. കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്നോടൊപ്പം റെസ്റ്റോറന്റിലൊക്കെ വന്നല്ലോ. ഞാൻ കൊടുത്ത ഗിഫ്റ്റൊക്കെ വാങ്ങുകയും ചെയ്തു. അപ്പോ അവൾ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? അതെ ചേട്ടാ. ആ ഫാമിലി മുഴുവൻ ചേർന്ന് ചേട്ടനെ ഒരു മണ്ടനാക്കിയിരിക്കുക. ആ കുടുംബം മുഴുവനും ചേട്ടനൊരു മണ്ടനാക്കിയതാ. ചേട്ടനെ പറ്റിച്ച് അവർ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യിച്ചതാ. ഇതുവരെ ഞാൻ ഇത്രത്തോളം ചിന്തിച്ചിരുന്നില്ല. ഇനി ആലോചിക്കാൻ ഒന്നും തന്നെ ഇല്ല. ആ ഫാമിലിയെ മൊത്തമായിട്ടില്ലാതാക്കണം. ചേട്ടന്റെ ലവർ കാർത്തികയെ എന്ത് ചെയ്യണം? അവളെ വിട്ടേക്ക്. ആദ്യത്തെ നമ്മുടെ ടാർഗറ്റ് അബിയും വസുവാ. ആദ്യം അവരുടെ കഥ തീർക്കുക, അതിനുശേഷം അവരുടെ കുടുംബത്തെ നശിപ്പിക്കാം. കാർത്തികയുടെ കല്യാണം കഴിഞ്ഞാലും ശരി, അവൾ എനിക്കുള്ളതാണ്. ഞാൻ പുറത്തു വന്നതിന് ശേഷം അവളെ കല്യാണം കഴിക്കും. അവളെ ഞാൻ വിടില്ല. നിങ്ങൾ ആദ്യം അബിയുടെയും വസുവിന്റെയും കഥ കഴിക്കുക. ഒരു ചെറിയ ചാൻസ് കിട്ടിയാലും വിടാൻ പാടില്ല. കൂടെ എന്റെ ജാമ്യത്തിന്റെ കാര്യവും നോക്കുക. ഓക്കെ ഏട്ടാ. ഡേയ് വാടാ. എന്നെ പറ്റിച്ചിരിക്കുന്നു. നിങ്ങളുടെ അവസാനമാണിത്. കോഫി. കോഫി. കോഫി 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 എടി വസു, ഇവൾ കോഫി കോഫി എന്ന് കാക്കയെ പോലെ ഒച്ച ഉണ്ടാക്കുന്നത് ആരും കേൾക്കുന്നില്ലേ? കോഫിക്ക് വേണ്ടി കാക്ക ഒച്ചയിടാറില്ല. അപ്പൊ നീ ഇപ്പൊ ചെയ്തതോ? അതിന് ഞാൻ കാക്കയൊന്നുമല്ല. ഞാനിവിടെ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുക. വസുവോടെ കുട്ടികളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. കോഫി വേണമെങ്കിൽ വന്ന് കാർത്തികയോട് തന്നെ ഇടാൻ പറ. എന്താ ഇത്? ആ വാടക വീട്ടിൽ കഴിയുമ്പോ ചോദിക്കുന്നതിന് മുന്നേ എല്ലാം ചെയ്തതറിയായിരുന്നല്ലോ. ഇപ്പോ ഒരു കപ്പ് കോഫി പോലും തരില്ല അല്ലേ? അന്ന് നമുക്ക് ദാരിദ്ര്യം അല്ലായിരുന്നു ആന്റി. എല്ലാവരും ഒരുമിച്ചിരിക്കണമെന്ന് കരുതി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയി. പറയുന്നത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇറങ്ങി പോവോന്ന് പേടിച്ച് എല്ലാം ചെയ്തു തന്നതാ. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. സ്വത്ത് തിരിച്ചു കിട്ടി. ഇനി ചോദിക്കാൻ ആരും വരില്ലല്ലോ. നിങ്ങൾ സ്കൂളിലേക്ക് പൊക്കോ. ബൈ അമ്മേ. ബൈ ബൈ വല്യമ്മേ. ബൈ. സ്വത്ത് വന്ന് ചേർന്നപ്പോ എന്താ തലയിൽ കൊമ്പ് മുളച്ചോ കാർത്തിക? ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മുളച്ചല്ലോ കാണാൻ പറ്റാത്ത കൊമ്പ്. എന്ത് വർത്താനായി പറയുന്ന ഇളയമേ? ഞാനും ജോലിയിലായിരുന്നു, വസുവും ജോലിയിലായിരുന്നു. കാർത്തികയ്ക്ക് തനിയെ കോഫി ഇട്ട് കുടിച്ചാൽ അതിനിപ്പോ എന്താ കുഴപ്പം? ഒരു കപ്പ് കോഫി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇത്രയും ബഹളോ? ഒരു കപ്പ് കോഫി ആണെങ്കിലും അത് അവൾ തന്നെ ഇട്ട് കുടിച്ചാൽ എന്താ കുഴപ്പം? ഇവിടെ ഇപ്പൊ ബഹളം വെക്കുന്നത് നിങ്ങളാ, ഞങ്ങളല്ല. ഇവിടെ ചെറിയവർക്കും വലിയവർക്കും ഒരു വ്യത്യാസം ഇല്ലാതായി. എന്തെങ്കിലും പറയാൻ കാത്തു നിൽക്കും, എതിർത്ത് സംസാരിക്കാൻ. ഞങ്ങളിപ്പോ എന്ത് പറഞ്ഞു ഇളയമേ? നിങ്ങളൊന്നും പറഞ്ഞില്ല ഏട്ടത്തി. എല്ലാം ഞങ്ങളാ പറയുന്നത്. ചെറിയ ചെറിയ ജോലി പോലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരുമിച്ച് കഴിയുന്നേ? ആ ചെറിയ ചെറിയ ജോലികള് എന്താ നിനക്കും ചെയ്തൂടെ? ജോലി ചെയ്യേണ്ട ആവശ്യം എനിക്ക് എന്തിനാ? ഒരു സമയത്ത് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വയ്യെങ്കിൽ വേറെ ആള് വന്ന് ചെയ്യും. വേറെ ആളെന്ന് പറഞ്ഞ? നമസ്കാരം മേഡം. ആരാ ഇവരൊക്കെ? എന്റെ ആൾക്കാരാ. എന്റെ മമ്മി പറഞ്ഞു വിട്ടതാ. ജോലിക്കാരാ. ജോലിക്കാരോ? അതെ, ഈ വീട്ടിലെ ജോലി ചെയ്യാൻ വേണ്ടി വന്നതാ. എന്റെ ജോലികൾ മാത്രമല്ല നിങ്ങളുടെ ജോലിയും കൂടി ചെയ്യും. പക്ഷേ ആദ്യം
എന്റെ ജോലിയായിരിക്കും ചെയ്യുന്നത്, അത് കഴിഞ്ഞ് നിങ്ങളുടെ. ഇവരൊക്കെ എപ്പോഴാ നീ അറേഞ്ച് ചെയ്തേ? എന്നോട് പറഞ്ഞില്ലല്ലോ. ആ, എന്റെ മമ്മിയോട് ഞാൻ പറഞ്ഞു, ഉടനെ ആൾക്കാരെ അയക്കുകയും ചെയ്തു. ഇപ്പൊ നമുക്ക് ജോലിക്കാരുടെ ആവശ്യമുണ്ടോ കാർത്തികേ? ആവശ്യമുണ്ട് ഏട്ടത്തി. എന്താവശ്യം? വീട്ടുജോലി, പാചകം അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. ഈ വീട്ടിലിപ്പോ 4 സ്ത്രീകളുണ്ട്. അപ്പൊ പിന്നെ വീട്ടു ജോലിയും അടുക്കള ജോലിയും ഒന്നും ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ എന്തിനാ ജോലി ചെയ്യുന്നേ? നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്താൽ എന്താ തെറ്റ്? അവരവരുടെ ജോലി അവരവർ ചെയ്താ പിന്നെ വേലക്കാരെന്ത് ചെയ്യും? അവർക്കും ജീവിക്കണ്ടേ? അവരെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആദ്യം നമ്മളെ പറ്റി ആലോചിക്കേണ്ടേ. മനുഷ്യരായി ജനിച്ച എല്ലാരെ പറ്റിയും ആലോചിക്കണം. ഇപ്പൊ ഈ ജോലിക്കാരെ വെക്കേണ്ട എന്താവശ്യം ഇവിടെ ഉള്ളത്? നമുക്ക് വേറെ എന്ത് ജോലിയാ ഇവിടെ ഉള്ളത്? വീട്ടു ജോലിയും അടുക്കള ജോലിയും മാത്രമല്ലേ ഉള്ളൂ. സ്റ്റേറ്റസ് എടുത്തി. ഇത്രയും വലിയ വീട്ടിലെ ജോലിക്കാരും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? അങ്ങനെ സ്റ്റാറ്റസ് നോക്കിട്ടാ ഒരു തവണ എല്ലാ സ്വത്തുക്കളും നഷ്ടമായത്. വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് നടുത്തെരുവിലേക്ക് ഇറങ്ങണമെന്നാണോ? ഇവർക്ക് എത്ര രൂപ ശമ്പളം കൊടുക്കണം? അതുകൊണ്ട് നമ്മളെ സ്വത്ത് തീരില്ലല്ലോ. അവർക്ക് ശമ്പളം കൊടുക്കുന്നതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അഖിലിന് കാർത്തിക കോഫി ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണോ ഈ 2 ജോലിക്കാർ കോഫി ഉണ്ടാക്കി അഖിലിന് കൊടുക്കുന്നത്? അഖിലിന്റെ കാര്യങ്ങളൊക്കെ കാർത്തികയല്ലേ നോക്കേണ്ടത്. ഈ ജോലിക്കാരെ കൊണ്ടാണോ അവന്റെ കാര്യങ്ങൾ നോക്കിക്കേണ്ടത്? നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ സ്നേഹത്തോടെ ചെയ്യേണ്ട ജോലി പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ ഏട്ടത്തി എന്താ പറയുന്നേ? അവരുടെ ജോലി ഈ വീട്ടിൽ ആവശ്യമില്ലെന്നാ പറയുന്നേ. എന്റെ അനിയത്തി അറിയാതെ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. സോറി. നിങ്ങൾ പൊക്കോളൂ. നിന്നെ നിങ്ങളെ എന്റെ മമ്മി എനിക്ക് വേണ്ടി അയച്ചവരാ. അങ്ങനെ അങ്ങ് പോയാലോ? പാവം തോന്നില്ല അവരോട്? കരുണ കാണിച്ചൂടെ? നിങ്ങൾ ഇഷ്ടത്തിന് അവരെ പറഞ്ഞു വിടുക. നിങ്ങളും പെണ്ണുങ്ങളല്ലേ? വേലക്കാരികളായ പെണ്ണുങ്ങളുടെ വേദന മനസ്സിലാക്കിക്കൂടെ? അവർക്ക് ജോലി കൊടുക്കണമെന്നാണെങ്കിൽ നിന്റെ അമ്മയുടെ വീട്ടില് അവരെ ജോലിക്കാരായിട്ട് നിർത്തിയേക്ക്. ഈ വീട്ടില് വേണ്ട. അപ്പോ ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയില്ലേ? ഒരുപാട് വിലയുണ്ട്. ആ വില നഷ്ടപ്പെടാതിരിക്കാൻ ഈ പറയുന്നേ. നിങ്ങൾ പൊക്കോളൂ. എന്തായാലും വന്നു പോയില്ലേ? എന്നാ പിന്നെ കാർത്തികയുടെ തൃപ്തിക്കെങ്കിലും ഒരാളെങ്കിലും ജോലിക്ക് നിർത്തിക്കൂടെ? അതിന്റെ ആവശ്യമില്ല ഇളയമ്മേ. പ്ലീസ് നിങ്ങൾ പൊക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിളിച്ചോളാം. എന്താ ഏട്ടത്തിക്ക് എന്നോട് ഇത്ര ദേഷ്യം? അഖിലിന്റെ കാല് പിടിച്ച് കരഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വന്നതല്ലേ? അതുകൊണ്ടാ നിന്നെ ഇവര് വില വെക്കാത്തത്. ആവശ്യമില്ലാതെ കാർത്തികയെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിടാതെ. ഞങ്ങൾക്ക് അതുപോലുള്ള ഫീലിങ്സ് ഇല്ല. ഏട്ടത്തിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ഒരിക്കൽ എനിക്കൊരു അവസരം കിട്ടും. അതെ, എല്ലാ നായ്ക്കും ഒരു ദിവസം വരും. ആദ്യം കാക്കയായിരുന്നു, ഇപ്പൊ നായ. എന്നെ കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ആന്റി? കാർത്തികേ, അവിടെ നിൽക്ക്, ഞാൻ പറയട്ടെ. ചേച്ചി, ബ്രേക്ക്ഫാസ്റ്റ് ആയോ? റെഡിയായി വസു. നിന്റെ ചേട്ടൻ എവിടെ പുറത്തു പോണോന്ന് പറഞ്ഞു. റെഡിയായി കാണോ എന്തോ. ഏട്ടാ ഏട്ടാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വരൂ. ഞാൻ റെഡിയാ ഭാവനെ. എന്നാ വരൂ, വിളമ്പി തരാം. എനിക്കിവിടെ വേണ്ടത്. ഇവിടെ വെച്ചെങ്ങനെ ആഹാരം കഴിക്കുന്നേ? വേണ്ടത് ഭക്ഷണമല്ല. വേറെ എന്താ വേണ്ടേ? ഒരു ഉമ്മ തന്നേക്ക്. എന്താ ഇത്? എന്തേ ചെയ്യുന്നേ? ഒന്ന് വിട്. ഇത്രയും നാള് നമുക്ക് ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു ഉമ്മയെങ്കിലും തന്നൂടെ? എന്തൊക്കെ കാണിക്കുന്നേ? ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കുക? ആരെന്ത് വിചാരിക്കുന്ന? നമ്മള് ഭാര്യയും ഭർത്താവും അല്ലേ? ഭാര്യയും ഭർത്താവൊക്കെ തന്നെയാ. ഇന്ന് കരുതി സ്ഥലകാല ബോധം വേണ്ടേ? ഒന്ന് വിട്, വിട് കേട്ടാ. ഇത് കണ്ടോ, ഏട്ടന്റെ ഒരു കുസൃതി കാരണം മാല വരെ പൊട്ടി. അയ്യോ സോറി ഭാവനെ. സാരല്ലേട്ടാ, ഇത് സ്വർണ്ണമൊന്നുമല്ലല്ലോ, ഗോൾഡ് കവറിംഗ് അല്ലേ.
സോറി ഭാവന. ഇത് ഗോൾഡ് കവറിംഗ് ആണെന്ന് പറഞ്ഞില്ലേട്ടാ, പിന്നെ എന്തിനാ ഇങ്ങനെ ഫീൽ ചെയ്യുന്നേ? അതല്ല, അഭി പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാതെ ഞാനും അഖിലും നമ്മുടെ സ്വത്തെല്ലാം നശിപ്പിച്ചില്ലേ? ഒടുവില് നിന്റെ ശരീരത്തിലുണ്ടായിരുന്ന അവസാന പൊന്നു പോലും ബലമായിട്ട് പിടിച്ചു വാങ്ങി. ഇപ്പൊ നിനക്കണിയാൻ ഒരു പിടി പൊന്നുപോലും ഇല്ല. ഇല്ല ഏട്ടാ, ഈ താലിയുണ്ടല്ലോ, ഇത് മതി എനിക്ക്. അതുമല്ലാതെ തങ്കം പോലെ ഈ ഏട്ടനുള്ളപ്പോ എനിക്കെന്തിനാ വേറെ സ്വർണം? ഇല്ല ഭാവനെ, ആഭരണങ്ങളെല്ലാം അണിഞ്ഞു കഴിഞ്ഞാ നീ മഹാലക്ഷ്മി പോലെ തന്നെ. അബിയോട് ചോദിച്ചിട്ട് കുറച്ച് കാശ് വാങ്ങി നിനക്ക് കുറച്ച് ആഭരണങ്ങൾ പണിതാലോ? വേണ്ട ഏട്ടാ, എനിക്കൊന്നും വേണ്ട. അതിനിപ്പോ നമ്മുടെ സ്വത്തൊക്കെ തിരിച്ചു വന്നില്ലേ, കാശിനിപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. വേണ്ട ഏട്ടാ, അബിയോട് ചോദിക്കണ്ട. ഇപ്പൊ തന്നെ അബിയും വസുവും നമുക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാവ്യയെ കല്യാണം കഴിപ്പിച്ചയച്ചു, അവൾക്ക് ആഭരണങ്ങൾ കൊടുത്തു. കഷ്ടകാലത്തിൽ പോലും നമ്മളെ ഒരിക്കലും കൈവിട്ടിട്ടുമില്ല. ഇപ്പൊ സ്വത്തുക്കളെല്ലാം തിരികെ കിട്ടിയിട്ട് ആഭരണം വാങ്ങണം, പണം തരണമെന്ന് പറഞ്ഞ നമ്മളെ പോലെ സ്വാർത്ഥതയുള്ളവര് വേറെ കാണില്ല. ഈ സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടിയത് അബിയുടെയും വസുവിന്റെ കഷ്ടപ്പാടുകൾ കൊണ്ടാ. ഇതിനപ്പുറം അവരെ ഇനി കഷ്ടപ്പെടുത്തണ്ട. അവർക്കൊപ്പം നമ്മൾ ഉണ്ടായിരുന്ന മാത്രം മതി. നീ പറയുന്നത് ശരിയാ ഭാവനെ, ഞാനതൊന്നും ആലോചിച്ചേയില്ല. നിന്റെ കഴുത്തൊഴിഞ്ഞു കിടക്കുന്ന കണ്ടിട്ട് വിഷമം പറഞ്ഞതല്ലാതെ അബിയും വസുവിനെയും കഷ്ടപ്പെടുത്തണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ എങ്ങനെ ഇരുന്നാലും സാരമില്ല ഏട്ടാ. ഇപ്പൊ ആഭരണമൊക്കെ ധരിച്ചിട്ട് ഞാൻ എവിടെ പോവാനാ? മോളുടെ കല്യാണം കഴിഞ്ഞു, മോന്റെ കല്യാണത്തിനാണെങ്കിൽ ഇനി വർഷങ്ങൾ കിടക്കുമല്ലേ. വേണമെങ്കിൽ ആ സമയത്ത് നോക്കാം. ശരി ഭാവനെ, നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. മറ്റു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വാ. വസുന്ധര, നല്ല ഗാഢമായി ആലോചിക്കുവാണല്ലോ. ഏട്ടനെ കുറിച്ചോ? എന്നെ പറ്റിയോ? എന്നെ കുറിച്ച് എന്താ ആലോചിക്കാനുള്ളേ? ഏട്ടൻ ഇങ്ങനെ പിശുക്കനാവൂന്ന് ഞാൻ വിചാരിച്ചില്ല. പിശുക്കനോ? ഞാനെന്താ പിശുക്കുന്ന? എന്നെ പറ്റി ഒന്ന് ആലോചിക്കണ്ടേ? എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലും ഇല്ലല്ലോ. ഇതിന് മാത്രം ഇപ്പൊ എന്താ സംഭവിച്ചേ? പണം ഇല്ലാത്ത നേരത്തെ സമ്മതിച്ചു. സ്വത്ത് തിരിച്ചു കിട്ടിയ ശേഷമെങ്കിലും ഭാര്യയെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? അവൾക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കണ്ടേ? ശരി, എന്താ വേണ്ടത് എനിക്ക്? ചോദിച്ചാലേ തരുവുള്ളോ? ചോദിച്ചില്ലെങ്കിൽ അമ്മ പോലും ഭക്ഷണം തരില്ല. പറ, എന്താ വേണ്ടേ? അറിഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല ഏട്ടന്. പെൺകുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാനേ കുറച്ച് ബുദ്ധിമുട്ടാ. എന്തായാലും അത്രയും ബുദ്ധി എനിക്കില്ല. അതുകൊണ്ട് താൻ തന്നെ പറയും. ഓർണമെന്റ്സ് വേണം. എന്ത് ഓർണമെന്റ്സ്? അണിയുന്ന ആഭരണങ്ങളില്ലേ, സ്വർണ്ണാഭരണങ്ങള് കഴുത്ത് നിറച്ചു വേണം. കയ്യിലിടാൻ വള വേണം, വിരലിടാൻ മോതിരം വേണം, പിന്നെ നെറ്റിച്ചുട്ടി, പിന്നെ ഒടിയാണം. അയ്യോ, ഇങ്ങനെ ഓരോന്നും പറയാൻ പറ്റില്ല. 70 പവൻ സ്വർണ്ണമെങ്കിലും വേണം. എന്താ ഏട്ടാ അങ്ങനെ നോക്കുന്നേ? എനിക്ക് ആഭരണങ്ങൾ വാങ്ങി തരുന്നുണ്ടോ ഇല്ലയോ? ഓർണമെന്റ്സ് വേണമെന്ന് ആരാ പറഞ്ഞേ? ഞാനല്ലേ ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്നെ. വസുന്ധര, ഇനിയെങ്കിലും സത്യം പറയും. അയ്യോ ഈശ്വരാ, സ്വർണം ചോദിച്ചാൽ എന്ത് കള്ളാ ഉള്ളത്? എനിക്കറിയാവുന്ന വസുന്ധരയ്ക്ക് ഇങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. അതെന്താ, ഞാനൊരു പെണ്ണല്ലെന്നാണോ? താൻ പെണ്ണ് തന്നെയാ, പക്ഷെ അങ്ങനെ താൻ വാതുറന്നൊന്നും ചോദിക്കാറില്ല. എന്നാ ഞാൻ ഇപ്പൊ ചോദിക്കുന്നില്ലേ? വസുന്ധര, ഇനിയെങ്കിലും സത്യം പറയും. സ്വത്തിന്റെ കൂട്ടത്തില് ഭാവനച്ചിക്ക് ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഭാസ്കരേട്ടൻ ഒരുപാട് വിഷമിക്കുക.